വെളിപാട് പുസ്തകം 21:8 നരകത്തിലേക്ക് പോകുന്ന 8 പ്രധാനികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മൾ അതിലൊരാളാണെങ്കിൽ നമ്മൾ നരകസഭയിലെ അംഗങ്ങളാണ്. നമ്മൾ കൂട്ടായ്മകളിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ശരി തന്നെയാണ്. പുറമേ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ അകത്ത് മാറ്റം ഉണ്ടായിട്ടില്ല. നരകത്തിലേക്ക് പോകുന്ന പ്രധാനികളിൽ ഒന്നാമത്തെ ആളാണ് ഭീരുക്കൾ. രണ്ടാമത്തെ കാറ്റഗറി അവിശ്വാസികൾ. മൂന്നാമതായി വേദപുസ്തകം പഠിപ്പിക്കുന്ന കൂട്ടരാണ് അറയ്ക്കപ്പെട്ടവർ. നാലാമത്തെ കൂട്ടരാണ് കൊലപാതകന്മാർ. നരകസഭയിലെ അഞ്ചാമത്തെ ആളുകൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർനടപ്പുകാർ. ആറാമതായി ക്ഷുദ്രം ചെയ്യുന്നവർ. ഏഴാമതായി ബിംബാരാധകർ. എട്ടാമത് നരകത്തിന്റെ സഭയിലെ ആളുകളാണ് ഭോഷ്ക് പറയുന്നവർ, കള്ളം പറയുന്നവർ. അങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അവർ പോകുന്ന സഭയാണ് നരകത്തിന്റെ സഭ. അവർ ഈ ഭൂമിയിൽ സഭയിൽ ഇരിപ്പുണ്ട്, ഭയങ്കര കയ്യടിയും പാട്ടുമൊക്കെയാണ്, പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷേ അവർ മരിച്ചു പോവുകയാണ്. എങ്ങോട്ട്? നരകത്തിലേക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും ചിന്തിക്കാം, ഈ 8 കാര്യങ്ങളിൽ നമ്മൾ ആ കാറ്റഗറിക്കകത്തുള്ളവരാണോ? കർത്താവായ യേശു ക്രിസ്തു ഓരോ സഭകളോടുമുള്ള ഒരു ദൂതായിട്ടാണ് വെളിപാട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണെങ്കിൽ നമുക്കും ഒരു കൂട്ടായ്മയായി, സഭയായി, വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കാം, ഈ 8 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഞാനാണോ? എന്നാൽ ആ ഗ്രൂപ്പ് എല്ലാം വിട്ടെറിഞ്ഞ് ഇന്നു മുതൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറാം. ഇതാണ് പ്രിയമുള്ളവരെ ഓരോ സഭകളും ഓരോ കൂട്ടായ്മകളും പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഇന്നയാൾ മന്ത്രിയാകും, ഇത്ര വോട്ട് കിട്ടും, ഇന്ന വർഷത്തിൽ ഇന്നയാൾ മുഖ്യമന്ത്രിയാകും, അങ്ങനെയുള്ള പ്രവചനത്തിൻ്റെ പിന്നിൽ പോകാതെ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നിൽ പോകാതെ, വചനം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തി സ്വർഗരാജ്യം അവകാശമായിട്ട് മാറ്റാം. ഗോഡ് ബ്ലെസ് യു.